ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ, ആയുസ്, ആരോഗ്യം, അതായത് രോഗശാന്തി. ഒരുപാട് മക്കൾ രോഗത്താൽ വലയുന്നവരുണ്ട്. ഭഗവാന്റെ കൃപയാൽ രോഗശാന്തി ഉണ്ടാകണം. രോഗം ഉള്ളിലുണ്ടെങ്കിലും അങ്ങയുടെ കൃപ കൊണ്ട് അവർക്കെല്ലാം ആശ്വാസം ഉണ്ടാകുമല്ലോ. അങ്ങനെ എല്ലാ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത്ഗീതയാണ് മക്കളെ വായിക്കാനുള്ളതെന്ന്. അത് ചില മക്കൾക്ക് ഇത് ആദ്യമായിട്ടാണ് കേൾക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. ജയ അനിൽ, ജഗദമ്മ, ഗീതാ നായർ, രാധാ ശിവാനന്ദൻ, വത്സല ചെല്ലപ്പൻ, ഇവരൊക്കെ ഇങ്ങനെ ഇനി മക്കളുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ഇപ്പം എത്രയോ കിട്ടിയുള്ളൂ. ഇത് അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ നമ്പർ പറയാം. കാരണം ഞാൻ മറന്നു പോകും കൊടുക്ക ഇടുമ്പോൾ ഇത് പറയാൻ. ഗീത എന്ന് പറയുന്ന മകളാണ് ആവശ്യപ്പെട്ടത്. അത് കിട്ടിയോ എന്നുള്ള ഉറപ്പ് വന്നില്ല. ഒന്നുകൂടെ ഞാൻ എല്ലാ ശ്ലോകത്തിലും ഞാനിങ്ങനെ കൊടുക്കാം. 95, 26, 34, 23, 24. ഒന്നും കൂടി 95, 26, 34, 23, 24. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഭഗവത്ഗീത 1-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയാം. കാരണം ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ നിൽക്കത്തില്ല. അതിന് ഒരു കാര്യം പറയാം. ധൃതരാഷ്ട്ര ഒരു പക്ഷം, എന്താണെന്ന് വെച്ചാൽ ദുര്യോധനാദികൾ കൗരവന്മാരെന്നും പറയും. അത് അനുജനാണ് ധൃതരാഷ്ട്രർ, അന്ധനായ ധൃതരാഷ്ട്രർ. ഒരു പക്ഷക്കാർ അവരാണ്. എതിർ പക്ഷക്കാരാരാ? അർജുനാദികൾ, അത് പാണ്ഡവന്മാർ. പാണ്ഡുപുത്രന്മാർ വെച്ചാൽ അവർ 5 പേരാണ്. അതായത് ധർമ്മിഷ്ഠൻ, യുധിഷ്ഠിരൻ, പിന്നെ അർജുനൻ, നകുല സഹദേവൻ, ഭീമൻ, ഇങ്ങനെ 5 പേരാണ് അവർ. അപ്പോൾ ഇവർ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണ്. പാണ്ഡവന്മാർ ജ്യേഷ്ഠൻ്റെ മക്കൾ, ധൃതരാഷ്ട്ര അനുജൻ്റെ മക്കൾ. അതിനെ കൗരവരെന്ന് പറയും. ഇപ്പുറത്തേരെ പാണ്ഡുപുത്രന്മാരെന്നും പറയും. അപ്പോൾ കൗരവാദികൾ എന്ന് വെച്ചാൽ ദുര്യോധനാദികൾ. അദ്ദേഹത്തിന് 100 ആമക്കൾ, ഒരു പെണ്ണും, അങ്ങനെ 101 മക്കളാണെന്ന് തോന്നുന്നു. എനിക്കും അത്ര അറിവൊന്നുമില്ല. ഞാനും പഠിക്കാം, മക്കളും പഠിക്കാം. എനിക്ക് അറിവനുസരിച്ച് ഇതിവിടെ എന്താ ഈ പറയുന്നത്? ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താ? ഭാഗവതത്തിലെ സാരാംശമാണ് മക്കളെ. ഇത് നമ്മെപ്പറ്റി തന്നെ നമ്മൾ പഠിക്കാനാ. എന്നിൽ ഞാൻ എങ്ങനെയാ? കാരണം ഇവിടെ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ഏത് രാജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള അങ്ങനെ നമുക്ക് ഉപമ തരുന്നെന്നുള്ളതേ ഉള്ളൂ. നമുക്കിവിടെ അർജുനനോട് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം സ്വർഗാനന്ദ അനുഭൂതിക്ക്, സ്വർഗരാജ്യം, അതായത് ദൈവരാജ്യം, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം. നമ്മൾ തന്നെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ തന്നെ ഇരിക്കുന്ന അനീതി, അതായത് കൗരവർക്ക് അനീതിയാണ്. അത് അന്ധനായ ധൃതരാഷ്ട്രയുടെ മക്കളാണ് കൗരവന്മാർ. അവരെ കൈവശം അനീതിയാണ്. അത് നമ്മൾ തന്നെ ഉണ്ട്. ഇത് രണ്ടും. പാണ്ഡുപുത്രന്മാർ നീതിക്ക് വേണ്ടി. അപ്പോൾ എന്തു വെച്ചാൽ കൗരവന്മാർ ഇവർക്കൊന്നും കൊടുക്കത്തില്ല, രാജ്യമൊന്നും കൊടുക്കത്തില്ല. അതിന് യുദ്ധം ചെയ്യണം, അതാണ്. പക്ഷേ ഇത് സംഭവം എന്താ? നമ്മൾ തന്നെ അനീതിയുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മത, മാത്സര്യ, ഡംബ്, അഹങ്കാരം, അസൂയ, കുശുമ്പ്, ഇതാണ് നമ്മുടെ ശത്രുക്കൾ. നമ്മൾ തന്നെയുള്ള ശത്രു. ഇതിനോട് പോരാടണം. ഇതാണ് ഇതിൽ പറയുന്നത്. അത് മനസ്സിലാക്കാതെ ചിലർ എന്തൊക്കെയോ വായിച്ച് മനസ്സിലാക്കുന്നു, പുറം ലോകമായി ചിന്തിക്കുന്നു. ഈ അറിവിൽ എന്ന് വെച്ചാൽ അറിവ് എനിക്കുണ്ടെന്നല്ല, ഇത് സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ കാരണം. നമ്മൾ യുദ്ധം ചെയ്യുക. എന്തിനു വേണ്ടിയാ? ആനന്ദം അനുഭവിക്കാൻ. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്ത് എന്തിനെ കളയണം? നമ്മുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരമായിരിക്കുന്ന ഈ അനാവശ്യ ചിന്തകൾ, കാമം, ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, പിടിച്ചുപറി, ദ്രോഹങ്ങൾ, എന്ന് വെച്ചാൽ സൽപ്രവൃത്തി അല്ലാത്ത എല്ലാം, ആരോടും എന്തും ചെയ്യാനുള്ള ഒരു അഹങ്കാരം, ലോഭം, മോഹം, മതവും, മാത്സര്യവും, ഡംബും, അസൂയ, കുശുമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. ഇത് ആർക്കുണ്ട്? ഇതിവിടെ ആരെ ഉപമിച്ചേക്കുന്ന? ദുര്യോധനാദികളെ. അപ്പോൾ ഇവിടെ സാത്വികരായ നമുക്ക് സാത്വികത്തിലേക്ക് പോകണം, അതായത് ആനന്ദം അനുഭവിക്കണം. ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്ന ആ രാജ്യം നീ നേടണം. ഏത് രാജ്യം? പുറമേയുള്ള രാജ്യം അല്ല മക്കളെ. അകമേയുള്ള പരമാത്മാവിലേക്ക് ചേരാനുള്ള സ്വർഗരാജ്യം എന്ന് പറയാം, ദൈവരാജ്യം എന്ന് പറയാം, ആനന്ദാനുഭൂതി എന്ന് പറയാം. ഇതിന് എന്ത് വേണം? ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ ദുഷ്ടതരത്തെയെല്ലാം വെട്ടിച്ചേദിച്ച് കളയണം.
നല്ല വാളുകൊണ്ട് മൂർച്ചയേറിയ വാളുകൊണ്ട് മരം എങ്ങനെയാ ഛേദിക്കുന്നത്, അതുപോലെ അഗ്നിയാണ് എല്ലാത്തിനും നശിപ്പിച്ച് കളയും. കാമവും ക്രോധവും ഒക്കെ അഗ്നിയിലിട്ടാൽ ചാമ്പലായി പോകുന്നത് പോലെ നമുക്ക് അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമുക്കിതെല്ലാം ഛേദിച്ച് കളയാം. അതാണ് ഈ യുദ്ധം. അപ്പോൾ നമുക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ എന്തുവരും? രാജ്യം അനുഭവിക്കാം. ഏത് രാജ്യം? ആനന്ദാനുഭൂതിയായിരിക്കുന്ന സ്വർഗരാജ്യം. അതാണ് സ്വർഗം. ഇത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ യുദ്ധം തന്നെ ചെയ്യണം. എങ്ങനെയാ? ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ താമസിക്കുകയാണ്. അവിടെ ഗൃഹനാഥയും മക്കളും കൂട്ടുകുടുംബമായിട്ടാണല്ലോ പണ്ടൊക്കെ. അവിടെ അമ്മാവന്മാർ കാണും, പിന്നെ ജ്യേഷ്ഠന്മാർ കാണും, ജ്യേഷ്ഠൻ്റെ മക്കൾ, ഭാര്യ, എല്ലാവരും കാണും. അപ്പോൾ കുറച്ച് പേർക്കെല്ലാം എന്താണ്, എനിക്ക് മുതൽ വേണം, എനിക്ക് മുതൽ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു പറിക്കുക. അതാണല്ലോ ഒരു കുടുംബത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 2, 3, 1 മക്കളെ ഉള്ളു, സന്തോഷ കുടുംബമായിട്ട്. എങ്കിലും അവിടെയും മക്കൾ തങ്ങളെ പിടിയും വലിയ 2 മക്കളുണ്ട്, എനിക്ക് കൂടുതൽ കിട്ടി, എനിക്ക് കുറഞ്ഞു കിട്ടി, അപ്പോൾ ഒന്നിനെ കൊന്നിട്ടായാലും എനിക്ക് വേണം. ഇതാണ് ഇതിൽ പറഞ്ഞ യുദ്ധം. അപ്പം അതിനെ പിന്നെ ഇതൊക്കെ ത്യജിച്ചെങ്കിൽ ഈ മമതയാണ് ഇവിടെ അർജുനന് സംഭവിച്ചേക്കുന്നത്. ഇന്ന് ജനങ്ങൾക്കെല്ലാം മമതയായി. എന്നെ കൊന്നാലും വേണ്ടിയല്ല, എൻ്റെ മക്കളെ ഞാൻ ത്യജിക്കത്തില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ നിൽക്കണം, എത്ര ദുഷ്ടനായാലും ഞാൻ നോക്കിക്കൊള്ളാം. ഭർത്താവാണെങ്കിലോ 90-ാം പക്കത്തിൽ എനിക്ക് ഭാര്യ വേണം, എനിക്ക് തപസ്സും വേണ്ട, എനിക്ക് ദൈവരാജ്യവും വേണ്ട, എനിക്ക് അർജുനൻ പറഞ്ഞത് ഇങ്ങനെ, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഇവരെ നിഗ്രഹിക്കാൻ വയ്യ. എന്താ? ത്യജിക്കാൻ വയ്യ. ആരും ഇവിടെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണോ? അതിനെ ത്യജിക്കുക എന്നാണ്. നമ്മൾ തന്നെ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ എന്തോ പറയാ, രസനേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ, ശ്രവണേന്ദ്രിയം, പിന്നെ കണ്ണിൻ്റെ നേത്രേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, ഇതൊക്കെ നമ്മൾ ത്യജിക്കുക, അതിനെ നിഗ്രഹിക്കുക എന്ന് പറയും. അതിനെ കൊല്ലുക എന്ന് പറയാൻ അതിനെ മുന്നോട്ടെടുക്കാതെ അതിനെ, അതുപോലെ മനസ്സിനെ അടക്കുക. എന്താ? മനസ്സ് ഇന്ദ്രിയങ്ങൾ വെച്ചാൽ മനസ്സാണ് ഏറ്റവും കടുപ്പം. മനസ്സ് കുതിരയെ പോലെ ഉപമിച്ചേക്കുന്ന കുതിര എത്രമാത്രം ചാടി പോകണം, നമ്മൾ മനസ്സ് പെട്ടെന്ന് അതിലിടം ചാടിയെത്തുന്നത്. അതുകൊണ്ട് അതിനെ നിഗ്രഹിക്കുക. എന്താ? അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ അടക്കുക, കടിഞ്ഞാണിടുക. കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കടിഞ്ഞാണിടുക. പോകേണ്ടടുത്ത് പോകുമ്പോൾ നമ്മൾ പറയുന്നത് പോയാൽ മതി, അതൊരാളെ നില്ല്, വേണ്ടാത്തതിന് ചാടാതിരി, അതിനു വേണ്ടി. അതാണ് ഇതുമായിട്ടുള്ള യുദ്ധമാണ് അല്ല വേറൊന്നുമല്ല. ഈ ഭഗവത്ഗീത മൊത്തം ഇത് തന്നെയാണ്. അതിന് വേണ്ടുന്ന ഉപദേശമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അതിനിവിടെ ഉപമയായിട്ട് കൊടുത്തേക്കുന്ന ഇവിടെ ലോകമാകുന്ന രാജ്യം, അത് സ്വർഗരാജ്യം എന്ന് ഇതിനകത്ത് ഉപമിക്കാത്ത എന്താ? ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാനല്ല, ഇതൊരു ജ്ഞാനിക്കൊരു ഭക്തന് മനസ്സിലാക്കാനാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഗൂഢമായ രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് പൊരുൾ അതാണ്. പക്ഷെ ഇവിടെ പുറമേയുള്ള ലോകമായിട്ടും പുറമേയുള്ള ആൾക്കാരുമായിട്ടാണ് ഇവിടെ ഉപമിച്ചേക്കുന്നത്. ഇവിടെ അർജുനന് ഇവരെ ആരെയും ത്യജിക്കാൻ വയ്യ. എല്ലാം നോക്കുമ്പോൾ എന്താ? സ്വന്തവും ബന്ധമാണ്. എങ്ങനെ ഞാൻ അവരെ നിഗ്രഹിക്കും, എങ്ങനെ ഞാൻ അവരെ ത്യജിക്കും? എനിക്ക് മമത. കാരണം ഇന്ന് ഒരു അമ്മയ്ക്ക് മക്കളെ ത്യജിച്ചിട്ട്, കാരണം ഒരു 65 വയസ്സായാലും അവർക്ക് കൊച്ചുമക്കളെയും മക്കളെ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കും. കെട്ടുകൾ അറ്റേ മുക്തി വരൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് മരിക്കുന്നവരെ എനിക്ക് രാജ്യവും ആനന്ദവും ഒന്നും വേണ്ട, എൻ്റെ മക്കൾ എൻ്റെ കൂടെ കിടക്കണം, മരിക്കുമ്പോഴേ എൻ്റെ കുഞ്ഞെന്തിയേ, എൻ്റെ മക്കളെന്തിയേ, എൻ്റെ മരുമക്കളെന്തിയേ, അല്ലെങ്കിൽ എൻ്റെ ഇന്നാരെന്തിയേ എന്നുള്ള രീതിയിലാണെന്ന് ജനങ്ങൾ. പിന്നെ എങ്ങനെ സ്വർഗരാജ്യം കിട്ടും അവർക്ക്? ഈശ്വരങ്ങൾ ചേരാനും ആനന്ദാനുഭൂതി എങ്ങനെ ഉണ്ടാകും? നമ്മൾ മനസ്സുകൊണ്ട് ത്യജിക്കണ്ടേ? അതാണ് കെട്ടുകളായത് കർമ്മം പുരുഷന്. നമുക്ക് കർമ്മമുണ്ട്. നമ്മൾ മനുഷ്യൻ ഇവിടെ ജനിച്ചെങ്കിൽ നമ്മൾ കർമ്മമുണ്ട്. ഒരു ഭാര്യയെ കെട്ടി കഴിഞ്ഞാൽ അത് കർമ്മമാണ്, കെട്ടാണ്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മളതിനെ മാറ്റി ഉള്ളിൽ നിന്ന്, അത് മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം. ആ കെട്ടുകൾ അറ്റേ പിന്നെ മുക്തി കിട്ടൂ. അപ്പം നമ്മൾ ഉള്ള കാലവും കെട്ടിക്കൊണ്ടിരുന്നാൽ മതിയോ? അപ്പോൾ എന്നാ പിന്നെ അതിന് മോചനം ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ എന്ത് വേണം? ഭഗവാൻ പറഞ്ഞത് എന്താ? മമത മാറണം. എൻ്റേതെന്നുള്ള മമത. എൻ്റെ ഭാര്യയെ എനിക്ക് ഒഴിയാൻ വയ്യ, ഞാൻ തപസ്സിനൊന്നും പോകത്തില്ല. എനിക്ക് പണ്ടൊക്കെ വനത്തിലാണ് പോകുന്നത്. നല്ല മഹാത്മാക്കളായിട്ട് പോകണം, തപസ് ചെയ്ത് ഈശ്വരങ്ങളിലേക്ക് ചേരണമെങ്കിൽ നമ്മൾ ഒരു പുത്രനെ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പുത്രനെ ഏൽപ്പിച്ചിട്ട് ഈ ഗൃഹനാഥൻ വനത്തിലേക്ക് തപസ്സിന് പോകും. ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? കാരണം 90-ാം പക്കത്തിലും 100-ാം പക്കത്തിലും ഭാര്യ കൂടെ വേണം. അവർക്ക് ഭാര്യയില്ലാതെ ജീവിക്കാത്ത പിന്നെ എങ്ങനെ ആനന്ദാനുഭൂതി അവർക്ക് കിട്ടും? ഭഗവാൻ ഇതാണ് പറയുന്നത്. നമ്മൾ ജനിച്ചത് നമുക്ക് നേരായ മാർഗത്തിലേക്ക് പോകാനാ. ഞാൻ തന്നെയാകുന്നു വഴിയും വെളിച്ചവും, അതായത് ജീവനും എന്ന് കർത്താവ് പറയുന്ന പോലെ അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതൊക്കെ ത്യജിച്ചേ വെക്കൂ. മനസ്സുകൊണ്ട് ത്യജിച്ചാൽ മതി.
എല്ലാം നമുക്ക് അനുഭവിക്കാം എല്ലാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതിലേക്കുള്ള ഭ്രമം വേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഒരു കുടുംബമാകുമ്പോൾ എല്ലാം നമുക്ക് അതല്ലേ ഭഗവാൻ കൃഷ്ണൻ കുടുംബമായിട്ടല്ലേ, ഗൃഹനാഥനല്ലേ, ഭാര്യയുണ്ട് മക്കളുണ്ട് എന്ന് വെച്ച് കെട്ടിപ്പിടിച്ച് പൊതിയുണ്ട ഇരുന്നുകൂടാ. അതിൽ നിന്നെല്ലാം മനസ്സ് മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഇതൊരു യുദ്ധം എന്ന് പറയുന്നത്. അതേ ഉള്ളൂ, വേറൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ അവിടെ അർജുനൻ നോക്കിയപ്പോൾ ഇരു കൂട്ടരും യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു. നോക്കിയപ്പോൾ ധൃതരാഷ്ട്രപക്ഷക്കാർ പിന്നെ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ രഥം കൊണ്ട് നിർത്തിത്താ ഭഗവാനെ, ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. ഇതൊക്കെയാ അദ്ദേഹം പറയുന്നത്. ധൃതരാഷ്ട്രപക്ഷക്കാർ ഉറച്ചു നിൽക്കുന്നത് കണ്ട് ആയുധപ്രയോഗം തുടങ്ങാറായിരിക്കെ ഇപ്പം യുദ്ധം തുടങ്ങും. അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹം എന്ത് പറയുന്നത്, താനും വില്ലെടുത്ത് ഉയർത്തിപ്പിടിച്ചു. അർജുനനും വില്ലൊക്കെ എടുത്ത് അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനോട് താഴെ പറയും പ്രകാരമുള്ള വാക്കുകളെ അങ്ങോട്ട് പറഞ്ഞു വചിച്ചു. എന്താ ഈ വില്ലൊക്കെ എടുത്തങ്ങോട്ട് പിടിച്ചു നോക്കിയപ്പോൾ എന്താ നോക്കുമ്പം അവിടെ നിൽക്കുന്നവരെല്ലാം ബന്ധുക്കളും സ്വന്തക്കളും അവരവർക്കുള്ളവരും തന്നെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അർജുൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും എതിർപക്ഷത്ത് നിൽക്കുന്നവരും എല്ലാം ചേട്ടൻ്റെ മക്കളും അമ്മമാരും ബന്ധുക്കളും എല്ലാം സ്വന്തം. എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഇതിനെ ത്യജിക്കാൻ വയ്യ. നോക്കുമ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഇവരെല്ലാം കളഞ്ഞിട്ട് തപസ്സിന് പോകാൻ വയ്യ. മാറി നിന്ന് വേണ്ടുന്ന രീതിയിൽ ഈശ്വരനിലേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ അമ്മാവനെയും കൂട്ടുകുടുംബമായിട്ട് നിൽക്കുകയല്ലേ, അമ്മാവനെയും അമ്മാവിയെയും പിന്നെ മരുമക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും ഭാര്യയെയും എല്ലാവരെയും അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തിയിട്ടേ നമുക്ക് ഈശ്വരനിലേക്കുള്ള വഴി പോകാൻ പറ്റൂ. ഇവിടെ നോക്കിയപ്പോൾ അർജുനന് ഇതൊന്നും കഴിയത്തില്ല. ഇതിലെ സാരം ഇതാ മക്കളെ, ഞാനിങ്ങനെയാണ് പഠിച്ചേക്കുന്നതിന് വേറെ എല്ലാവർക്കും വല്ല പാഠമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ഇങ്ങനെ തന്നെയാണ് മനസ്സിൽ കണ്ടേക്കുന്നത്. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. വേറുള്ളവർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഉപമിക്കാം. അപ്പോൾ ഇതാണ് വില്ലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ശ്രീകൃഷ്ണ ഭഗവാനോട് താഴെ പറയും പ്രകാരമുള്ള വാക്കുകളെ വചിച്ചു. എന്താ പറയുന്നത്, അർജുന ഉവാച 1-ാം അധ്യായത്തിൻ്റെ 22-ാം ശ്ലോകത്തിൽ, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയേമേ അച്യുത യാവദേതാ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യ അസ്മിൻ രണസമുദ്യമേ യോത്സ്യം ആനാനവക്ഷേഹം ഏതേ അത്ര സമാഗത ധാതരാഷ്ട്രസ്യ ദുർബുദ്ധേരുദ്ധേ പ്രിയശീകീർഷവ. എന്താ അതിൽ പറയുന്നത്? സംസ്കൃതം എനിക്ക് ഇങ്ങനെയൊക്കെ വായിക്കാൻ അറിയത്തുള്ളൂ, അത് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. അത് വെറുതെ ഒന്ന് വായിച്ചു എന്നുള്ളതേ ഉള്ളൊരു എന്താ പറയുക, എന്തായാലും ഭഗവത്ഗീതയല്ലേ, ഇങ്ങനെയാണല്ലോ എൻ്റെ നിയമം. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഞാൻ ഇങ്ങനെ വായിച്ചത് തെറ്റും കാണും. അപ്പോൾ അർജുനൻ എന്താ ഭഗവാനോട് പറയുന്നത്? അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവാനേ അച്യുത, 2 സൈന്യങ്ങളുടെയും നടുവിൽ എൻ്റെ തേർ നിർത്തിയാലും ഭഗവാനെ ഞാനൊന്ന് കാണട്ടെ, ആരൊക്കെയാ അവിടെ നിൽക്കുന്നത്, എതിർ കക്ഷിയിലും നമ്മുടെ കക്ഷിയിലും, അതായത് അർജുന കക്ഷി, ആരൊക്കെയാ നിന്ന് കാണട്ടെ ഭഗവാനെ അച്യുത. 2 സൈന്യങ്ങളുടെയും നടുവിൽ എൻ്റെ തേർ നിർത്തിയാലും ഭഗവാനെ, യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ച് ഉറച്ചു നിൽക്കുന്ന ഇവരെ ഞാൻ നോക്കിക്കണ്ടു കളയാം. ആരൊക്കെയാ ഈ യുദ്ധത്തിന് വേണ്ടി ഇത്ര ഉറച്ച് ശക്തിപൂർവ്വം നിൽക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ബന്ധുക്കൾ തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ ആരോടെല്ലാം കൂടി യുദ്ധം ചെയ്യണമെന്ന് കണ്ടറിയട്ടെ. ദുഷ്ടബുദ്ധിയായ ദുര്യോധനന് ഇഷ്ടമായ വിധം പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ച് ആരൊക്കെ ഈ യുദ്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്നുവോ ആ യോദ്ധുകാമന്മാരെ ഞാനൊന്ന് കാണുകയും ചെയ്യട്ടെ. അപ്പോൾ എന്താ, അവരെല്ലാം എതിർപക്ഷക്കാർ എല്ലാം വേണം. അർജുനനോ യുധിഷ്ഠിരനോ ഭീമനോ നകുലനോ സഹദേവനൊക്കെ അവരുടെ ബന്ധുക്കളേ അല്ലെന്നുള്ള ഭാവത്തിൽ അവർ യുദ്ധം ചെയ്ത് മൊത്തം കൈയടക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇന്ന് ലോകത്ത് അങ്ങനെയാണ്. 2 മക്കളെ ഉള്ളെങ്കിലും അമ്മയുടെ അച്ഛൻ്റെ മുതൽ വേണം പറഞ്ഞ് 2 പേരും പിടിയും വലിയ. എനിക്ക് വേണമെന്ന് ജ്യേഷ്ഠൻ പറയും, മറ്റവനും എല്ലാം വേണമെന്ന് അനിയൻ പറയും, അല്ലെങ്കിൽ പെങ്ങൾ പറയും എനിക്ക് വേണം, ആങ്ങള പറയും എനിക്ക് അതിൽ കൂടുതൽ വേണം. അതാണ് ഇതിൻ്റെ സാരം. ഇതാണ് ലോക സ്വഭാവം. അവിടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു ഈ ജ്യേഷ്ഠനും അനിയനും ഈ ബന്ധുക്കളെല്ലാം കൂടെ. അപ്പോൾ ഇത് കണ്ട് ഞാൻ ഇവരാരൊക്കെയാണെന്ന് കാണട്ടെ. കണ്ടാലെന്തോ എല്ലാം ബന്ധമാണ്. 2 കൂട്ടരിലും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും യഥാർത്ഥ പക്ഷത്ത് നിൽക്കുന്നവരും അവരെല്ലാം ബന്ധുക്കളും സ്വന്തക്കളും. അതായത് ഒരമ്മ അച്ഛൻ്റെയും ഒക്കെ മക്കളും മക്കളും ചേഷാരും അമ്മാവന്മാരും ഭാര്യ സഹോദരനും ഭാര്യയുടെ അച്ഛനും എല്ലാവരും നോക്കുമ്പോൾ ഗുരുക്കന്മാരും എല്ലാം നിൽക്കുന്നത്. എങ്ങനെ യുദ്ധം ചെയ്യും? അത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ, എനിക്കിന്ന് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എല്ലാവരും കൂടെ ഒത്തു നിൽക്കുമ്പോൾ ഞാൻ അവരെ കളഞ്ഞിട്ട് എങ്ങനെ തപസ് ചെയ്യും?
എനിക്ക് രാജ്യം എങ്ങനെ കിട്ടും? എനിക്ക് വേണ്ട. എൻ്റെ മക്കളെ എനിക്ക് ത്യജിക്കാൻ വയ്യ. എൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ വയ്യ. എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ വയ്യ. എനിക്ക് സ്വർഗരാജ്യം വേണ്ട. എനിക്കങ്ങ് രാജ്യമേ വേണ്ട ഭഗവാനേ കൃഷ്ണ. എനിക്കും ഇവരെ കളയാൻ വയ്യ. കെട്ടുകൾ അറക്കാൻ എനിക്ക് പറ്റത്തില്ല കൃഷ്ണ. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇന്നിങ്ങനെയാണ് ലോകം. അതല്ലേ ഭഗവാൻ പറയുന്നത്, 1000 പേരിൽ നിസ്വാർത്ഥമായി പരമാത്മാവിനെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്നത് ഒരുത്തനെ കാണും. ബാക്കി എല്ലാവരും എനിക്കത്രയും വേണം, എനിക്ക് കിട്ടിയത് പോരാ പോരാ എന്നും പറഞ്ഞ് ആരെ കൊന്നിട്ടായാലും മക്കള് ആദ്യമൊക്കെ തള്ളമാർ പറയും, എൻ്റെ മകൻ നല്ലവനാ, ആർക്കൊരു ദ്രോഹം ചെയ്യത്തില്ല. പക്ഷേ അവരറിയുന്നില്ല ഈ മകൻ്റെ ദോഷങ്ങൾ. അവസാനം മയക്കുമരുന്നിന് അടിമയായി എല്ലാം തീരുമ്പോൾ അമ്മയെ കൂടെ കൊന്നിട്ട് മൊത്തം കൊണ്ടുപോകും. ഇന്ന് ലോകത്ത് അന്നാലും അമ്മ പറയുന്നതാ പൊക്കിൾക്കൊടി ബന്ധം. പറയുന്നതെന്താ, എൻ്റെ കുഞ്ഞ് എന്തോ ചെയ്തോട്ടെ, എന്നെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് അവനെ കളയാൻ വയ്യ. ഇതാണ് ഇന്നത്തെ ലോകം. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്ത് എന്തുവരും? എല്ലാവരും നരകക്കുഴിയിലേക്ക്. അമ്മയും നരകക്കുഴിയിൽ, മക്കളും നരകക്കുഴിയിൽ. എന്താ? ത്യജിക്കാൻ വയ്യ. എന്നാൽ എന്തും കൽപ്പിച്ച് ഇത് എനിക്കിനി ഇങ്ങനെയുള്ള 60-65 വയസ്സാകുമ്പോൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് ത്യജിച്ച് കളഞ്ഞാൽ എന്തുവരും? ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? ഇപ്പം ഞാനിപ്പം എനിക്കിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഭഗവാനോട് ചേരാനോ അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തിപൂർവ്വം ഇരിക്കാനോ പറ്റുന്നത് എന്താ? കുടുംബത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നുണ്ട്. ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ നിന്നോട്ടെ. പക്ഷേ എനിക്ക് അതിനുള്ള തയ്യാറെടുപ്പ് ഇല്ലാത്തത് കൊണ്ട്, എനിക്ക് പോകേണ്ടടുത്ത് പോകണം, എനിക്ക് സ്വർഗരാജ്യം വേണമെന്നുള്ളതുകൊണ്ടും എനിക്ക് ഈശ്വരനെ ചേരണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഞാൻ അങ്ങനെ ആയെന്നല്ല. അതുകൊണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ത്യജിച്ചേ പറ്റൂ. മനസ്സുകൊണ്ട് ത്യജിക്കണം. ഇല്ലെങ്കിൽ എന്ത് വരും? ഈ നന്മ വേണമെന്ന് ചിന്തിക്കാനേ പറ്റൂ. ത്യജിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം ഇല്ല. ഭഗവാൻ പറയുന്നു, നീ രാജ്യത്തിന് വേണ്ടി നീ ഇതെല്ലാം നിഗ്രഹിക്കൂ, എല്ലാവരെയും നിഗ്രഹിക്കൂ, യുദ്ധം ചെയ്യൂ. എന്താ നിഗ്രഹിക്കുക? ത്യജിക്കൂ. നീ നിന്നെ തന്നെ നീ നോക്കൂ. നീ നിന്നിലിരിക്കുന്ന ശത്രുക്കളെല്ലാം ഉപേക്ഷിക്കൂ. നിന്റെ കാമക്രോധം, നിന്റെ കാമമാണിത്. നിൻ്റേത് എൻ്റെ മമത എന്നാകും. എൻ്റെ ബന്ധു, എൻ്റെ സ്വന്തം, എനിക്ക് ത്യജിക്കാൻ വയ്യ. ഇതെന്താ? കാമം, ആഗ്രഹങ്ങൾ. അപ്പം നമ്മൾ തന്നെ ഇരിക്കുന്ന ശത്രുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. കാമവും ക്രോധവും ലോഭവും മോഹവും മാത്സര്യങ്ങളെല്ലാം കളയണം. അതിനെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, അഗ്നിയാണ് ആ ജ്ഞാനം, ആ ജ്ഞാനമാകുന്ന അഗ്നി പോലുള്ള ആ വാളുകൊണ്ട് ഇതിനെല്ലാം ത്യജിക്കണം, വെട്ടി നശിപ്പിക്കണം. എങ്ങനെയാ? ഈ ജ്ഞാനമാകുന്ന അറിവ് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നതിനെയൊക്കെ. ജ്ഞാനം വർദ്ധിച്ചെങ്കിലേ അത് വരത്തുള്ളൂ. ജ്ഞാനം വർദ്ധിക്കാതിരുന്നാൽ, ഭഗവാനുള്ള ഭക്തി ജ്ഞാനവും വർദ്ധിക്കാതിരുന്നാൽ നമുക്ക് ത്യജിക്കാൻ പറ്റുകയില്ല. ജ്ഞാനവും എന്നുവെച്ചാൽ അറിവും കിട്ടി പരമാത്മാവിൽ ഭക്തികളുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ആളായി നിന്നും കൊണ്ട് നമുക്ക് ഇതെല്ലാം മാറ്റി നിർത്തും. എങ്ങനെ മാറ്റി നിർത്തും? എനിക്കൊരു നിസ്സാരമായി കണ്ണിരുളി വീഴുന്നു, പൾസില്ല എന്ന് അറിഞ്ഞപ്പോൾ, ജോലി ചെയ്യാൻ വയ്യാതെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിനെ മക്കളിലേക്ക് മാറ്റി. എങ്ങനെ സംഭവിച്ചു? ഈശ്വരൻ സംഭവിപ്പിച്ചു. അപ്പോൾ എനിക്ക് ദുഃഖമുണ്ടോ? അതുപോലെ മക്കളുടെ ജോലിക്ക് പോവുകയും അവർക്ക് വേറെ ഇതായപ്പോൾ അവരെയും മാറ്റി നിർത്തി. എവിടെയെങ്കിലും ആരെയും തള്ളിക്കളഞ്ഞു? എപ്പോഴും അവർ ബന്ധം സ്വന്തം ആണല്ലോ. പക്ഷെ നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള സമയത്തിന് നമുക്ക് സാധിച്ചു തരാനാണ് ഈശ്വരൻ വഴിയായി നമ്മളെ മാർഗത്തിന് വേണ്ടി ഒരു തടസ്സവും കൂടാതെ യഥാർത്ഥ മാർഗത്തിലേക്ക് പോകാനുള്ള വഴി തെളിച്ച് തരും. അതാണ് ഈശ്വരൻ. എന്തുകൊണ്ടാണ്? ഭഗവാൻ ഭക്തി ഉള്ളതുകൊണ്ടും ഈ അനാവശ്യമായിരിക്കുന്ന കാമക്രോധങ്ങളെല്ലാം നമ്മൾ ത്യജിച്ച് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വെട്ടിക്കളയുന്നത് കൊണ്ടും ഈശ്വരൻ നമ്മളോട് കൂട്ടു നിൽക്കും. ഇവിടെ അർജുനൻ അങ്ങനെ കൂട്ടു നിൽക്കുന്നു. എന്തിനു വേണ്ടിയാ? രാജ്യം കിട്ടാൻ. ഏത് രാജ്യമാ ഇവിടെ? ആത്മീയമായ രാജ്യം, ദൈവരാജ്യം, ആനന്ദാനുഭൂതി അനുഭവിക്കാൻ. ഇവിടെ ഉപമ കൊടുക്കുമ്പോൾ ലോകത്ത് ഈ ലോകത്തിലെ രാജ്യം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? അങ്ങനെ ഉള്ളവർക്കൂടെ അറിയാൻ വേണ്ടിയാ. അതും ജീവിതമാണല്ലോ. അതുകൊണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്നതെല്ലാം അങ്ങനെയാണല്ലോ. ഇന്ന് മുതലിന് വേണ്ടിയാണല്ലോ, സ്വർണവും പെണ്ണും ധനവും അതിനു വേണ്ടിയാണല്ലോ ഇന്ന് കുത്തും വെട്ടും നടക്കുന്നത്. അതുകൊണ്ട് അതും നമ്മൾ പഠിക്കണം. അതിൽ കൂടി നമ്മൾ എന്താ ചിന്തിക്കുക? ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ വഴിയാണ്, ദൈവരാജ്യം, ആനന്ദം അനുഭവിക്കുക. അതുകൊണ്ട് ഇവിടെ അർജുനൻ പറഞ്ഞത് എന്താണ്? ഇവരെയൊക്കെ ഞാനൊന്ന് കാണട്ടെ, ആരൊക്കെയാണ് ഈ യുദ്ധം നിൽക്കുന്നതെന്ന്. ആ യുദ്ധം ചേർന്നിരിക്കുന്നവോ ആ കാമന്മാരെ യുദ്ധത്തിന് ആഗ്രഹിച്ച് നിൽക്കുന്ന കാമന്മാരായി നിൽക്കുന്ന അവരെ ഞാനൊന്ന് കാണുകയും ചെയ്യട്ടെ ഭഗവാനേ എന്ന് പറയുന്നു. 24-ാമത്തെ ശ്ലോകത്തിൽ ഏവ മുക്ത്വാ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനായോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത
സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേതാൻ കരുനിധി. അപ്പോൾ സജ്ജയൻ പറയുന്നു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനൻ മേൽപ്രകാരം പറഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ, കാരണം ഭഗവാനോട് പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ, ഈ തേര് കൊണ്ടൊന്ന് നിർത്തിത്തരൂ, അവരെ ഇരുപക്ഷക്കാരെ ഞാൻ എന്നോട് യുദ്ധം ചെയ്യാൻ ആരൊക്കെയാ നിൽക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൊണ്ട് നിർത്തി. സൈന്യങ്ങളുടെ നടുവിൽ, രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ ഭീഷ്മരുണ്ട്, ദ്രോണർ മുതലായ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിലായി ശ്രേഷ്ഠതയുള്ള തേരിനെ നിർത്തി ഇട്ട്, അർജുന, ചേർന്ന് നിൽക്കുന്ന ഈ കുരുപക്ഷക്കാരെ കണ്ടാലും എന്ന് പറഞ്ഞു. ആ ചേർന്ന് നിൽക്കുന്നവരെല്ലാം നിന്റെ എതിർ കക്ഷിക്കാരാണ്, കുരുപക്ഷക്കാർ, അതായത് ദുര്യോധനാദികളാണ്, അതായത് അനീതി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ കണ്ടോളൂ എന്ന് പറഞ്ഞു. തത്രാ പശ്യൽ സ്ഥിതാൻ പാർത്ഥ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃതൻ ചൈവ സേനയോരുഭയോരവി. അപ്പോൾ ആരൊക്കെയാണ് നിൽക്കുന്നേ? അർജുനൻ അവിടെ നിൽക്കുന്ന പിതാക്കളെയും പിതാമഹന്മാരെയും ഗുരുഭൂതന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും മക്കളെയും മക്കളുടെ മക്കളെയും സ്നേഹിതന്മാരെയും ഭാര്യമാരുടെ പിതാക്കളെയും സഖാക്കളെയും രണ്ട് ഭാഗങ്ങളിലും കണ്ടു. രണ്ട് ഭാഗങ്ങളിലുമാണ് കണ്ടത്. രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ട് ഭഗവാൻ നിർത്തിയപ്പോൾ ഇരുപക്ഷക്കാരുടെ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആരൊക്കെയാ? മക്കളും മക്കളും പിതാക്കളും ഗുരുഭൂതന്മാർ സഹോദരങ്ങൾ സ്നേഹിതന്മാർ എന്ന് വേണ്ട എല്ലാം തങ്ങളിൽ ഒട്ടി നിൽക്കേണ്ടുന്നവരാണ്. ഇവർ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ആത്മീയം വെച്ച് പറയുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മളൊരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ എന്താ, ഇവിടെ പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബമായിട്ടാണല്ലോ, എല്ലാവരും കൂടെ ചേർന്ന ഒരു കുടുംബമാണ്. അർജുനൻ പറയുന്നത്, എനിക്ക് ഇവരെയൊന്നും കളഞ്ഞിട്ട് ഈശ്വരനെ ആരാധിക്കാൻ എനിക്ക് കഴിയത്തില്ല, ത്യജിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഒരുപാട് പേര് കുടുംബത്തിൽ ഇന്ന് ഒന്നും രണ്ടും മക്കളെ ഉള്ളെങ്കിലും മരിക്കോളം മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു പോകാൻ വയ്യാതെ വണ്ണം അവർ മരിക്കുന്ന കണ്ണടയുന്നത് വരെയും അവർ ഈ ലോകത്തിൽ നിന്നുള്ള വിടുതലില്ല. ത്യജിക്കാൻ വയ്യ, മനസ്സുകൊണ്ട് ത്യജിക്കാൻ വയ്യ, ആരെയും അല്ല കളയുകയല്ല, മനസ്സുകൊണ്ട് എനിക്ക് ഈശ്വരങ്കിലേക്ക് വേണം, ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഈശ്വരന് കൊടുക്കാൻ വയ്യ. എല്ലാവർക്കും മക്കളാണ് ഒന്നാം സ്ഥാനം, ഭർത്താവും ഭാര്യയാണ് ഒന്നാം സ്ഥാനം, ഈ ലോകമാണ് എൻ്റെ ഒന്നാം സ്ഥാനം. ഭഗവാനെ വേണ്ട, രണ്ടാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ 10ാം സ്ഥാനത്തോ ഇട്ടാലും ഈശ്വരനെ അങ്ങനെ ഇട്ടാലും വേണ്ടൂല. എൻ്റെ പൊക്കിൾക്കൊടി ബന്ധം എൻ്റെ മക്കൾ, അവരെനിക്ക് ത്യജിക്കാൻ വയ്യ, കൊച്ചുമക്കളെ ത്യജിക്കാൻ വയ്യ, ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ട് അതിനെ നോക്കുമ്പോൾ ഇതെല്ലാം കൂട്ടി കിടക്കുക. എങ്ങനെ ഞാൻ ത്യജിച്ചിട്ട് ഈ രാജ്യത്തിന് വേണ്ടി എന്തിന് ഞാനിങ്ങനെ കഷ്ടപ്പെടാൻ പറ്റുമോ? എനിക്ക് ഇവരെ കളയാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ ജനങ്ങൾ. ആരെയും തള്ളി എങ്ങനെ മനസ്സുകൊണ്ട് മാത്രം മതി. നമ്മുടെ കുടുംബത്തിൽ തന്നെ നിന്നും കൊണ്ട് ഒരു മുറിയിലോ എവിടെയും ധ്യാനിക്കാനോ എടുക്കാനോ അതിനുവേണ്ട പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യാൻ അരമണിക്കൂർ പോലും അവർക്ക് സാധ്യമല്ല. എന്താ, എപ്പോഴും ഭാര്യ അടുക്ക വേണം. എന്തിനാ എപ്പോഴും കാര്യവും പറഞ്ഞ് ലോകകാര്യവും കുറേ അനാവശ്യങ്ങളും പറഞ്ഞ് കോമഡിയും കണ്ട് ഇങ്ങനെ ഇരിക്കണം. മക്കൾ എൻ്റെ പൊക്കിൾക്കൂടി ബന്ധമല്ലേ, അതുകൊണ്ട് മക്കളെയും ത്യജിക്കാൻ വയ്യ. അവരുടെ കൂടെ എത്ര നാൾ ജീവിച്ചാലും അവർക്ക് മുഴുക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാ ഈ ആനന്ദാനുഭൂതി അനുഭവിക്കാൻ പറ്റും? ഒരു 60-65 വയസ്സാകുമ്പോഴെങ്കിലും അതിനൊരുങ്ങണ്ടേ? ഇതൊക്കെ അല്പാൽപ്പം വിടണ്ടേ? ചെയ്യത്തില്ല. ആ കാമവും ക്രോധവും എല്ലാം കൊണ്ടും എപ്പോഴും ഈ ലോകചിന്ത എന്താ, ഈ സംസാര സാഗരത്തിൽ കാമം കൊണ്ടും ക്രോധം കൊണ്ടും കിടന്ന് കഷ്ടപ്പെട്ട നരക, അതായത് ദുരിതാബ്ധിയാണ്, സംസാര സാഗരമാണ്. അതിങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നില്ല. എന്താ കാരണം? വിടാൻ വയ്യ, മനസ്സുകൊണ്ട് ഒന്നിനെയും ത്യജിക്കാൻ വയ്യ. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല, നമ്മൾ അതിനെ ത്യജിക്കുക. എന്തിനു വേണ്ടിയാ? ഇത്ര നാൾ നമ്മൾ 10-60 വയസ്സിൽ നമ്മൾ മക്കളെയും ഭർത്താവിനോടൊപ്പം ജീവിച്ചില്ലേ? ഇനി കാര്യങ്ങൾ കണ്ട് എല്ലാം നോക്കി, ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നോക്കിയും കണ്ടും പോയിട്ട് ഉള്ളിൽ ആരെ ഇരുത്തണം? ഒന്നാം സ്ഥാനത്ത് ഈശ്വരനെ ഇരുത്തണം. അത് കഴിഞ്ഞിട്ടേ വേറൊന്നും വേണ്ടൂ. അതിന് തയ്യാറല്ല. എത്ര വയസ്സായാലും കൊച്ചുമക്കളെ കൊണ്ടും വലിയ മക്കളെ കൊണ്ടൊന്നും ജോലി ചെയ്യിക്കാതെ തള്ളമാർ എന്നും കിടന്ന് അടിമപ്പണി ചെയ്യുന്നവരുണ്ട്. എന്നാലും ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് എന്നിട്ട് ദേഹത്തിന് വേദന വന്നിട്ട് അല്പം ചെന്ന് പ്രാർത്ഥിച്ചാൽ യഥാർത്ഥ പ്രാർത്ഥനയാണോ? ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിൽ യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്തോ ഒരു നേർച്ച നടത്തുന്നു, ആനന്ദം അനുഭവിക്കുന്നത് എങ്ങനെയാ വയ്യാതായ? അതൊന്നും ത്യജിക്കാൻ വയ്യാത്തതാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ ഇവിടെ ഈ ലോകത്തുള്ളവർ ഇത് ലോകമായി ചിന്തിക്കുക, ആത്മീയ ഭക്തന്മാർ ഭക്തിയായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് നിർത്തി ചേർന്ന് നിൽക്കുന്ന ഈ കുരുപക്ഷക്കാരെ കണ്ടാലും നിന്നോട് യുദ്ധം ചെയ്യുന്നവരാരൊക്കെയാണെന്ന് ഈ രണ്ട് സൈന്യത്തിലുള്ളവരെ നീ നോക്കൂ, കാണൂ. അപ്പം
ആ അല്ല അപ്പൊ അർജുനൻ അവിടെ നിൽക്കുന്ന പിതാക്കളെ അപ്പൊ അച്ഛന്മാർ, അതായത് ധൃതരാഷ്ട്ര ചിറ്റപ്പനല്ലേ, അപ്പം പിതാക്കന്മാരല്ലേ, ഭാര്യയുടെ അച്ഛൻ പിതാവല്ലേ. അപ്പം നോക്കുമ്പോൾ അർജുനൻ അവിടെ നിൽക്കുന്ന പിതാക്കളെയും പിതാമഹന്മാരെയും ഗുരുഭൂതന്മാരെയും മാതുലന്മാരെ വെച്ചാൽ അമ്മാവന്മാര്, സഹോദരന്മാരെയും മക്കളെയും. കാരണം സഹോദരൻ വെച്ചാൽ അവിടെ ഇപ്പുറത്ത് പഞ്ചപാണ്ഡവന്മാരും സഹോദരന്മാരും, അപ്പുറത്ത് ദുര്യോധനാദികളും സഹോദരനാ ചിറ്റപ്പൻ്റെ മക്കളാ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അമ്മാവന്മാരെ വെച്ചാൽ അവരുടെയും ഇവരുടെയും അമ്മാവനാ. അങ്ങനെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള സഹോദരന്മാരും മക്കളും ഉണ്ട്, മക്കളുടെ മക്കളും ഉണ്ട്, സ്നേഹിതന്മാരുണ്ട്, ഭാര്യമാരുടെ പിതാക്കളുണ്ട്, സഖാക്കളെയും രണ്ട് ഭാഗങ്ങളിലും കണ്ടു. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിത അബ്രവീൽ. 28 ശ്ലോകത്തിൽ പറയുന്നു, അർജുനൻ അവിടെ നിൽക്കുന്നവരെ എല്ലാം സ്വന്തം ബന്ധുക്കളായി കണ്ടിട്ട്. അപ്പം ഇരു കൂട്ടരിൽ നിൽക്കുന്ന ആൾക്കാരെ ഭഗവാൻ അവിടെ നിർത്തിയപ്പോൾ ഇദ്ദേഹം കണ്ടു. അർജുനൻ്റെ പക്ഷക്കാരെയും ദുര്യോധന പക്ഷക്കാരെയും കണ്ടപ്പോൾ എന്ത് വന്നു? സ്വന്തം ബന്ധുക്കളായിട്ട് കണ്ടിട്ട് ഏറിയ കാരുണ്യം ഉദിച്ചവനായി ദുഃഖത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എന്തിനാ ഈ ദുഃഖം കാരുണ്യം ഉണ്ടാകുന്നെന്ന് ഞാൻ ആലോചിക്കുക. ഈ വസ്തുവക പിടിച്ചു പറിക്കുന്ന ദുഷ്ടന്മാരെ കണ്ടിട്ട് കാരുണ്യം എന്തിനു ഉദിക്കണം? സാധുക്കളായ ഭക്തന്മാരോ അനാഥരോ ലോകത്ത് വിഷമിക്കുന്നവരെ കണ്ടിട്ട് കാരുണ്യം ഉദിച്ചാൽ പോരെ? എന്താ ഇപ്പം അവിടെ അർജുന് പറ്റിയത്? മാമത. എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അവർ ധനത്തിന് വേണ്ടി ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി രാജാവാൻ വേണ്ടി ദുര്യോധനൻ ചെയ്യുന്നു. ഈ ലോകത്തിലുള്ള സർവ്വം പിടിച്ചു പറിക്കണം. ഇന്ന് അങ്ങനെയല്ലേ നടക്കുന്നത്? സ്വന്തം കാര്യം ചിന്താപ, മറ്റുള്ളവർ എങ്ങനെയോ കഴിയട്ടെ. ഇപ്പോൾ ഒരമ്മ മക്കളായാലും 2 3 മക്കളുണ്ടെങ്കിൽ എനിക്കെല്ലാം വേണം, എനിക്ക് എന്നിട്ട് മന്ത്രിയാവാനും ഒക്കെ അങ്ങ് ആഗ്രഹിച്ച് രാജ്യം മൊത്തം പിടിച്ചു പറിച്ച് അവരുടെ കസ്റ്റഡിയിലാക്കണം. അങ്ങനെ ഉള്ളവരെ ഓർത്ത് കാരുണ്യം ഉദിക്കേണ്ട കാര്യമുണ്ടോ അർജുനന്? കാരുണ്യം ഉദിക്കേണ്ടത് അത്രമാത്രം വിഷമിക്കുന്ന ദുഃഖിക്കുന്ന സാധു ഭക്തന്മാരോ നാക്കടക്കാ പ്രാണികളോ വിഷമിക്കുന്നവർക്ക് വേണ്ടേ കാരുണ്യം ഉദിക്കാൻ? അപ്പോൾ ഇദ്ദേഹം എന്താ? ബന്ധുക്കൾ, മമത. ഇന്ന് എല്ലാവർക്കും മമതയാണ്. ഈ ലോകം മൊത്തം ഇന്ന് മമത കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, മറ്റതൊക്കെ രണ്ടെന്നുള്ള ഇതെന്താ? മമത. മമത മാറാത്തത്തോളം കാലം ഈശ്വരനിലേക്ക് അടുക്കത്തില്ല, ഈശ്വരൻ അങ്ങോട്ട് കേട്ടത്തില്ല, അതിൻ്റെ വാതൊക്കെ പോലും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അർജുനന് കാരുണ്യം ഉദിച്ചവനായി ദുഃഖത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എന്താ പറയുന്നേ? ദൃഷ്ടേദം സ്വജനം കൃഷ്ണ യുത്സും സപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥം ച ശരീരേ മേ രോമഹർഷം ച ജായതേ. അല്ലയോ ഭഗവാനെ കൃഷ്ണ, യുദ്ധത്തിൽ ആഗ്രഹത്തോടെ കാത്തു നിൽക്കുന്ന ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു. എന്താ തളരാൻ കാരണം? ഇവർ ദുഷ്ടന്മാരാണ്. എനിക്കാണെങ്കിൽ ഈ ദുഷ്ടന്മാരോട് ഒരു തളർച്ചയും വരത്തില്ല. ഇവിടെ അർജുനൻ എന്താ തളരാൻ കാരണം? മമത. ദുഷ്ടത്തരം ചെയ്യുന്ന സ്വന്തം മക്കളായാലും ശിക്ഷ അനുഭവിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം. അതിന് ഭർത്താവിന് ഭാര്യയായാലും ആരായാലും നീതികേടാണോ അത് ശിക്ഷ എവിടുന്നായാലും ഭഗവാനിൽ നിന്നെങ്കിലും കിട്ടും. അത് നന്നാവണ്ടേ? അങ്ങനെ പോയാൽ ഇന്നൊരു അനീതി കാണിക്കും, നാളെ 2 അനീതി കാണിക്കും. ആ പോകെ എത്രമാത്രം ദുഷ്ടത്തിലേക്ക്. അപ്പം ഒരു അനീതി കാണിക്കുക, ഒരു ശിക്ഷ കിട്ടിയാൽ പിന്നെ അതൊരു പാഠമായ അതേ മതിയാകും. ഇവിടെ അർജുനൻ എന്ത് ചെയ്യുന്നു? എത്ര വേണമെങ്കിലും അവർ അനീതി കാണിച്ചോട്ടെ, എനിക്ക് അംഗങ്ങൾ തളരുന്നു. കൃഷ്ണ, യുദ്ധത്തിൽ ആഗ്രഹത്തോടെ നിൽക്കുന്ന ഈ ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു, വായു വരളുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ദാഹം ഉണ്ടാകുന്നു, നാക്കൊക്കെ ഉണങ്ങുന്നു, കണ്ണ എൻ്റെ ശരീരത്തിലെ രോമാഞ്ചവും വിറയിലും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനു വേണ്ടി അതിന് ദുഃഖിക്കണം? അവിടെ അദ്ദേഹത്തിന് മമത വിട്ടുമാറാമ. എൻ്റെ മക്കൾ, എൻ്റെ സ്വന്തം, എൻ്റെ ബന്ധു, എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ലെ എൻ്റെ പിതാമഹൻ, എൻ്റെ അമ്മാവൻ, ഇങ്ങനെ എൻ്റെ ഈ എൻ്റെ കൊണ്ടാണ് ഈ മമത വിടാൻ വയ്യാത്തത്. മമത വിടാത്തത്തോളം കാലം സർവത്തിനെ സമദൃഷ്ടിയായി കാണാനും സമചിത്തതയോട് കാണാനും അന്യായത്തെ എതിർക്കാനും ഇതിനൊക്കെ കഴിയാത്തത്തോളം കാലം എങ്ങനെ ഈശ്വരനിലേക്ക് എത്താൻ പറ്റും? ഞാൻ അതായത് സൽഗുണ പൂർണ്ണനാകുകയാൽ നിങ്ങളും അങ്ങനെയാകുവിൻ. ഭഗവാൻ ആരോടെങ്കിലും മമതയുണ്ടോ? എല്ലാവർക്കും സമത്തിൽ കൊടുക്കുന്നു. ജലവും വെയിലും, ചൂടും തണലും വായുവും വെള്ളവും എല്ലാം കൊടുക്കുന്നു. അവിടെ എല്ലാവരെയും ഒന്നായി കാണുന്നു, സമദൃഷ്ടിയായിട്ട് കാണുന്നു, ഒരു പക്ഷാഭേദവും ഇല്ല. അങ്ങനെ മമത ഇല്ലാതെ, എൻ്റെ എന്നുള്ള മമത ഇല്ലാതെ, അല്ലാതെ അയ്യോ എൻ്റെ ഭക്തനാ, അത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിന് കൂടുതൽ വെയിൽ കിട്ടട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു, അതോ കൂടുതൽ മഴ കിട്ടണമെന്ന് ഭഗവാൻ ചെയ്യുന്നു? എല്ലാവർക്കും തുല്യമായി തന്നെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് എന്താ? എൻ്റേതെന്നുള്ള മമത വന്നതുകൊണ്ട് ഒരു സൽഗുണപൂർണ്ണനാകാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർ.
അതായത് ദ്വന്ദ്വം, മമത, എൻ്റെ മാത്രം, എൻ്റേതാണ് ഇതൊക്കെ, മറ്റതൊക്കെ നിങ്ങൾക്ക് എന്തോ ആയിക്കോ, ആ ഒരു ചിന്താഗതി ഉള്ളിടത്തോളം കാലം ദൈവരാജ്യം ആനന്ദാനുഭൂതി അനുഭവിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പുറത്ത് ജോലി നടക്കൊണ്ട് നല്ല സൗണ്ടുണ്ട്. അപ്പോൾ 30-ാമത്തെ ശ്ലോകം. ഗാണ്ഡീവം സ്രംസദേഹസ്ഥാൽ ത്വക്ചൈവ പരിദഹ്യതേ ന ശക്നോമ്യവസ്ഥാതും ഭ്രമതീവശ മേ മന. ഗാണ്ഡീവം എന്ന പേരുള്ള എൻ്റെ വില്ല് പിടിമുറുകാതെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു ഭഗവാനെ. ശരീരത്തിലുള്ള തൊലി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തേരിൽ ഇരിക്കുന്നതിന് കൂടി ഞാൻ ശക്തനാകുന്നില്ല. എൻ്റെ മനസ്സ് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്നതായി തോന്നുന്നു. അത്രമാത്രം അദ്ദേഹം വിഷമിക്കുന്നു. കാരണം എന്താ? ദുഷ്ടന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റേതെന്നുള്ള, എൻ്റെ ദുഷ്ടനായാലും വേണ്ടിയല്ല, എൻ്റേതെന്നുള്ള ഒരു വിഷമം. ഞാൻ എങ്ങനെ ഈ എൻ്റെ സ്വന്തക്കാരോടും ബന്ധുക്കളും യുദ്ധം ചെയ്യും, അവരെ എങ്ങനെ ഞാൻ നിഗ്രഹിക്കും? അതിൻ്റെ സാരം എന്താണ്? നമ്മൾ ഇവരെ ഇങ്ങനെയുള്ളവരെ ത്യജിക്കാൻ വയ്യ. നമ്മൾ ഇതിൽ നിന്നെല്ലാം ത്യജിച്ച് പോയെങ്കിൽ കെട്ടുകൾ അറ്റേ നമുക്ക് മുക്തനാവാൻ പറ്റൂ, ഈശ്വരങ്ങളിലേക്ക് ചേരാൻ പറ്റൂ. അതിന് നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താ? എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് കൊച്ചുമക്കളൊക്കെ വരുമ്പം യഥാർത്ഥ മക്കൾക്കല്ല ദണ്ണം, എന്നുവെച്ചാൽ അമ്മമ്മമാർക്കാണ്. കുട്ടികൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും വെപ്രാളത്തിൽ ഓടിച്ചെന്ന് അവരെ നോക്കാൻ, സ്വന്തം തള്ളമാർ വീട്ടിലുണ്ടെങ്കിലും ഓടിച്ചെന്ന് നോക്കിയെടുക്കുക ചെയ്യുന്ന വെപ്രാളങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ്? ഈ അമ്മാമ്മമാരും എന്നുവെച്ചാൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ്. അവർക്ക് പിന്നെ ഫോണെടുത്തിട്ട് പോകാനുള്ള സമയമൊന്നും അവർക്കില്ല. അവർക്ക് ഈ ഭ്രമം മാറത്തില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ഇതിൽ നിന്ന് നിഗ്രഹിക്കുക എന്ന് പറയുന്നത്? ഒരിക്കലും നടക്കത്തില്ല, നടക്കാത്ത കാര്യം. അത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് 1000-ൽ 1 ഉള്ളൂ ഈശ്വരങ്ങളിലേക്ക് നിസ്വാർത്ഥമായി പരമാത്മാവിനെ അറിയാൻ. ബാക്കി എല്ലാവരും രോഗങ്ങൾ മാറാനും ധനം സമ്പാദിക്കാനും പണം സമ്പാദിക്കാനും വിദ്യയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് അത് വേണം ഇത് വേണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ, ഇത് എല്ലാവരും പഠിക്കാൻ നടക്കത്തില്ല. ഇത് ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, എല്ലാവർക്കും മനസ്സിലാക്കാൻ നല്ലതാണ്. കാരണം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇത് വേണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു ദുഷ്ടത്തിലേക്ക് പോകാതെ ജീവിച്ചു പോകണം. അവിടെ നല്ല ഈശ്വരൻ തുണയേകൂ. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിനും ഈ ലോകത്തിലേക്കും വേണം, ഇത് വരും ലോകത്തിലേക്കും വേണം. ഇത് രണ്ടിനും കൂടെ ചേരുന്നതാണ് ഈ ഭഗവത്ഗീത. നമ്മളിത് 2 കൂട്ടർക്കും പഠിക്കാൻ കൊള്ളാം. കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കും പഠിക്കാൻ കൊള്ളാം. കാരണം ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രീതിയുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മീയത്തിലേക്ക് ആനന്ദാനുഭൂതിയായിരിക്കുന്ന രാജ്യം പ്രവേശിക്കാൻ, ദൈവരാജ്യത്തിലേക്ക് കടക്കാനും ഇത് 1-ാം തരം. ഈ ലോകത്തിൽ വളരാനും 1-ാം തരം. രണ്ടിനും നല്ലത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.